മനുഷ്യൻ്റെ തലച്ചോറിന് ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യാനേ പറ്റൂ. മനസ്സിലായില്ലേ? തിന്നുവാണെങ്കിൽ തിന്നു തന്നെ. മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുക. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ബൈക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ വേണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോവും. ശരിയാണോ തെറ്റാണോ? ഇനി ഞാൻ പറയും, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോയെന്ന് ഞാൻ കാണിച്ചാൽ എല്ലാവരും നട്ടലൊന്ന് നിവർത്തിയിരിക്കും. നിങ്ങളെ കയ്യിലും ഫോണുണ്ടോ? ഞാൻ നോക്കട്ടെ. നിങ്ങളെ തലച്ചോറും നാവെല്ലാം കൃത്യമാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഈ മൊബൈൽ ഫോണും ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക? മൊബൈൽ ഫോണും തുറന്ന് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളെ ബോഡി ശരിയാവില്ല. കാരണം എന്താ അറിയോ? ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ നാവിൽ എന്തുണ്ടാവണമെന്നറിയോ? രസമുകുളങ്ങൾ ഉണ്ടാവണം, എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. മൊബൈൽ ഫോൺ നോക്കുമ്പോൾ എൻസൈം അല്ല ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. എന്താ? മൊബൈൽ ഫോൺ നോക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? തലച്ചോറിൽ സന്തോഷം ഉണ്ടാവുക, ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടത്. അപ്പോൾ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്താ വേണ്ടത്? ഡോപ്പമിൻ. അച്ഛനെ കാണുമ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടണം, പുസ്തകം കാണുമ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടണം, ഭക്ഷണം കാണുമ്പോൾ ഡോപ്പമിനാണോ വേണ്ടത്? രസമുകുളങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അപ്പോഴാണ് നമുക്ക് ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുക. അതുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞാനൊരു കഷ്ണം പുളി എടുക്കുന്നെന്ന് വിചാരിച്ചു. ഇങ്ങനെ പുളിയില്ലേ, പുളി കണ്ടിട്ട് ഞങ്ങൾ അത് ഞാനിങ്ങനെ പുളിയെല്ലാം ഇങ്ങനെ എടുത്ത് തോലെല്ലാം ഇങ്ങനെ പൊള്ളിച്ച് എന്നെ തന്നെ നോക്കണം കേട്ടാ. അവിടെ 13 എന്നെ തന്നെ നോക്കണം. ഇനി പുളി തിന്നിനെ ഇതുവരെ 13 പുളി തിന്നിക്കില്ല. ഓനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പുളീൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇന്ന് പോയിട്ട് പുളി തിന്ന് നോക്കണം കേട്ടാ. പച്ചപ്പുളി തിന്നണം. ഇതിൻ്റെ രസമുകുളങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും. ഓ ഇങ്ങനെ ഈ പുളി ഇങ്ങനെ വായിലിങ്ങനെ വെച്ചിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ കടിച്ചിങ്ങ് മുറിക്കുമ്പോൾ ഇല്ലേ, അങ്ങനെ കണ്ടോ? എന്താ നിങ്ങൾക്ക് വന്ന മാറ്റം എന്തെങ്കിലും ഉണ്ടോ സാർ? മൂപ്പർ പിടിച്ച് വെക്കുക ഇങ്ങനെ അല്ലേ? നാവിൻ്റെ തുമ്പത്തെല്ലാവർക്കും വെള്ളം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ മനുഷ്യന്മാർ തന്നെയാണ്. അതാണ് ലോജിക്ക്. അപ്പം ഭക്ഷണം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വരണം? എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം ഇങ്ങനെ തുറന്നു വെച്ച് ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ ബിരിയാണിക്ക് അനുസരിച്ചിട്ടുള്ള എൻസൈം വരണം, മീന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈം. അപ്പം നമുക്ക് നല്ല രുചി ഉണ്ടാവും, മീനിന് രുചി ഉണ്ടാവും. എൻസൈമുകൾ കൃത്യമായി മീനിനനുസരിച്ചിട്ടുള്ള രാസവസ്തു ഉൽപ്പാദിപ്പിച്ചാൽ മീൻ ആസ്വദിക്കാൻ പറ്റും. ബിരിയാണിക്ക് അനുസരിച്ചിട്ട്. അപ്പം മൊബൈൽ ഫോൺ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണി തിന്നുന്നെങ്കിലോ? തലച്ചോറ് സന്തോഷം ഉണ്ടാവുക, എൻസൈമുകൾ ഉണ്ടാവാൻ വേണ്ടിക്കുമ്പോൾ പിണ്ണാക്ക് തിന്നുന്ന പോലെ ഉണ്ടാവും. നിങ്ങൾ എന്ത് തിന്നിട്ടും കാര്യം ഇങ്ങനെ മിണുങ്ങാൻ. ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ ഓള് പറയുന്നത് അറിയോ? ഫോൺ കൊടുത്തിട്ടില്ലേ, ഭക്ഷണം കൊടുത്താൽ എന്തും തിന്നും ഐറ്റുകൾ, നല്ലോണം തിന്നും പോലും. ഓക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൽ കാത്തു എന്നെല്ലാം പറഞ്ഞ സീരിയൽ ഇങ്ങനെ പാട്ടിട്ട് കാത്തു എന്ന് പറയുമ്പോൾ ഐറ്റുകൾ ഇങ്ങനെ ചോറിങ്ങനെ ഉരുട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ ബ്ലിടും തിന്നുന്തോറും ഒക്കെ എന്തോ സന്തോഷമാണ്. അപ്പോൾ ഞാനപ്പം പറയും, എടാ മോളെ അങ്ങനെ കൊടുക്കരുത്, മൊബൈൽ ഫോൺ ഇല്ലാണ്ട് തിന്നോട്ടെ, കുറച്ച് തിന്നിക്കിട്ട് അത് ദഹിക്കും പിള്ളേർക്ക്. അപ്പോൾ ഓളിങ്ങനെ ഫോൺ കൊടുത്തിട്ട് ഇങ്ങനെ ഭക്ഷണം ദഹിക്കുമ്പോൾ എത്ര പറഞ്ഞാൽ ഓള് പറയുന്നത് നല്ലോണം തിന്നാലായിട്ടൊക്കെ എന്തെല്ലാം ഉണ്ടാവും പോലും. അങ്ങനെ ഞാനൊരു ദിവസം ഓള് ചോറ് എത്ര പറഞ്ഞിട്ട് ഓൾക്ക് അനുസരിക്കാത്തപ്പോൾ ഒരു ദിവസം ഓള് കാത്തുവും കാണിച്ചിട്ട് ഇങ്ങനെ ചോറിങ്ങനെ തീറ്റിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനക്കും കൊടുക്കണം എൻ്റെ മോക്ക് ലേശം, 3 ലേശം ചോറ്. ഓള് പറഞ്ഞു എത്രയും തിന്നു ആയിക്ക്, ഞാൻ കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തോളി. അങ്ങനെ ഞാൻ കാത്തു എന്നിട്ടിട്ട് ഇങ്ങനെ ഓള് ചോറിങ്ങനെ തിന്നുന്നുണ്ട്. അന്തം വിട്ടോയെ. ഞാൻ എന്ത് ചെയ്യുന്നറിയാം? ഓള് അവസരം കഴിഞ്ഞാൽ എൻ്റെ അവസരം കിട്ടിയത് കുറേ ഉമി വാരിയിട്ട് ചോറിലിട്ട്, കുറേ കട്ട ഉപ്പ് വാരിയിട്ട് ചോറിലിട്ടിട്ട് കുഴച്ചിട്ടില്ലേ, കാത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ബ്ലാം ഇട്ട് നോക്കുമ്പോൾ ചെക്കനില്ലേ ബ്ലും ഉമിയും കട്ട ഉപ്പും എല്ലാം കൂടി ചെക്കൻ തിന്നുക. എന്തുകൊണ്ടാണ് കട്ട ഉപ്പും ഉമിയും തിന്നാൻ പറ്റിയത്? ഓൻ എൻസൈമിലൊരു കുന്തവും ഇല്ല, പിണ്ണാക്കായാലും നല്ലത്. ഇനി മണ്ണ് കൊടുത്താലും ഓൻ തിന്നു. കാരണം അവൻ്റെ തലച്ചോറ് ഭക്ഷണമാണോ എന്നുള്ള സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കുട്ടീൻ്റെ തലച്ചോറ് നഷ്ടപ്പെടുത്തി. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെ എന്തെങ്കിലും തിന്നുന്ന കുട്ടീൻ്റെ ശരീരത്തിൽ എന്തില്ല, അത് ദഹിക്കൂല. അപ്പോൾ ആപത്തല്ലേ? ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇതുവരെ ആരും മരിച്ചില്ലെങ്കിൽ എന്തോ നിസ്സീബുണ്ട് എന്നതിൻ്റെ അർത്ഥം. കാരണം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. അങ്ങനെ നശിച്ചു പോയൊരു ചങ്ങായി കേട്ടോ ഞാൻ അത് കറക്റ്റാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കുറേ ആക്സിഡൻ്റെല്ലാം ആയി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചെക്കൻ ടിപ്പറിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബുള്ളറ്റുമ്പിൽ ഇങ്ങനെ ഇരുന്നതാണ്, ഓടിക്കുന്നൊന്നുമല്ല, ഇങ്ങനെ ഇരുന്നത്. ഞാൻ വണ്ടി വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ഇവന്. അപ്പോൾ ഇവൻ ഇങ്ങനെ വന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇവൻ അങ്ങനെ അങ്ങ് പോകുന്നതാണ് വിചാരിച്ചു. അങ്ങനെ ഒരു പേടിപ്പിക്കലുണ്ടല്ലോ നമുക്ക്. ഈ ചങ്ങായിലെ ഒരൊറ്റ വരുത്തു, ഒരൊറ്റ കുത്തു തന്നെ, കാലും കൈയും ഊരെല്ലാം അങ്ങ് പൊട്ടിയങ്ങ് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ പണ്ടാറക്കാലം ഞേടാ നോക്കിയിട്ടാണ് ഓടിച്ചെന്ന് പറയുമ്പോൾ അച്ഛൻ ഫോണിൽ മറ്റോള് കാമുകി. ഇവ ഫോണിങ്ങനെ വിളിക്കുമ്പോൾ കാമുകിൻ്റെ കൂടി കടപ്പുറത്ത് പോകുന്ന പോലെ
ആ കടപ്പുറത്ത് പോകുന്ന സമയത്ത് അവൻ്റെ വണ്ടിയുടെ നിയന്ത്രണം അവന് കിട്ടിയില്ല. പക്ഷെ നഷ്ടപ്പെട്ടത് എൻ്റെ കാല. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ കണ്ട് ഓടിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവണം. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ഓനെ മനസ്സിലാവില്ല. ശരിയാണ്. അതിന് ഭാര്യയെ കയറ്റാൻ വിളിക്കുന്നെങ്കിലില്ലേ അവൻ വണ്ടി തെങ്ങുമലാറ്റം കയറി പോകും. കാരണം എന്താ, അയറ്റ വർത്താനായിരിക്കുമല്ലോ അതിൽ പറയുന്നുണ്ടാവും. അതുകൊണ്ട് എനിക്കിങ്ങോട്ട് പറയാനുള്ളതെന്ന് അറിയോ? അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആര് വളരുന്നത്? അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇന്നൊരു ഉദാഹരണം, ഇപ്പോൾ ഈ റോഡ്, ഈ പെരുന്നാറ്റൽ റോഡിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 18 വയസ്സ് വരെ അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ചിന്ത. ഈ താഴെ കൂടി നിങ്ങൾ നോക്കി നോക്ക്, ബൈക്ക് ഓടുന്ന ശ്രദ്ധിച്ചു നോക്ക്. ചില സമയത്ത് ബൈക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു ബൈക്ക് പോകുന്നതൊക്കെ അങ്ങനെ, അത് ആരായിരിക്കും ഓടിക്കുന്നുണ്ടാവുക? എത്ര വയസ്സുകാരനാ ഈ ഊഹാന്ന് പറഞ്ഞ് പോവാ? പറഞ്ഞോളി, ഒരു 21 വയസ്സിന് താഴെയുള്ളവനാ. എന്നാൽ ചില ബൈക്ക് ഇങ്ങനെ പോകും, കുറുകുറു. അത് ഏത് വയസ്സായിരിക്കും പറ? ഒരു 60 വയസ്സുകാരനായിരിക്കും. എന്താ, ഓനിത് മുരുണ്ടുമ്പോൾ ഇല്ലേ ഈ കുറീൻ്റെ പൈസ അങ്ങോട്ട് തന്നെ പോകും. ഈ വീണിക്കിൻ്റെ എല്ല് പൊട്ടി ഇതിങ്ങോട്ട് മുരുണ്ടുവാനാവില്ല. അപ്പോഴൊക്കെ തന്നെ ഓന് വേറെ പേടി വരും. മറ്റേ ചങ്ങായിക്ക് എന്ത് പേടി? ഈ സ്പീഡോമീറ്ററിൽ ഈ സാധനത്തെ ഇങ്ങേ അറ്റത്തേക്ക് മുട്ടിക്കാനുള്ള അന്തം വിട്ട ചെക്കൻ്റെ പ്രവൃത്തി ഉണ്ടാവുക. സംഭവം തിരിഞ്ഞാ ഇനി നിങ്ങൾ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന് വൈക്കൊക്കെ തിരിയല്ലോ. ഞാനല്ലോ വിദുരാജ് സാറുള്ള റോഡ് മേലെ ഡ്യൂട്ടി എടുക്കുമ്പോൾ സമയം പോകുന്നത് എങ്ങനെയാണെന്നറിയാം. ഇവരെത്ര കൊല്ലമായി കല്യാണം കഴിച്ചെന്ന് നോക്കിയിട്ടാണ്. ബൈക്കുമ്പോൾ പോകുന്ന പോലെ കാണുമ്പോൾ എത്ര കൊല്ലമായി കല്യാണം കഴിച്ചെന്ന് തിരിയും. നോക്കി ഇരിഞ്ഞിട്ട് ഇതുവരെ നല്ല രസമാട്ടോ. കല്യാണം കഴിച്ച് 1-2 കൊല്ലം വരെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാവും. കല്യാണം കഴിച്ച് ഉറപ്പിച്ചോല് ബൈക്കുമ്പോൾ ഇരിക്കാൻ ഇങ്ങനെ തൊടണ്ടിയോ ഇങ്ങനെ ഉണ്ടാവും. കല്യാണം ഉറപ്പിച്ച് നിശ്ചയിച്ചോല് ഇങ്ങനെ ഉണ്ടാവും. കല്യാണം കഴിച്ച് 5 കൊല്ലം കഴിയുമ്പം പിന്നെ ഇല്ലേ ഇങ്ങോട്ടാണ് ഉണ്ടാവുക. പൊത്തമ്പത്തെ തെങ്ങ് പോലെ ഇങ്ങനെ ഒരു 6 കൊല്ലം കഴിഞ്ഞാൽ അങ്ങേ വീഴുന്ന പോലെ ഉണ്ടാവും. എന്നാൽ ഉപ്പും ചാക്ക് പോലെ പുറത്തിട്ട് പോകുന്ന കുറേ എണ്ണം ഉണ്ട്. അതായത് ഈ അന്തം വിട്ടെ. മനസ്സിലായില്ലേ? ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. എൻ്റെ മരുവോള് അമേരിക്കയിലാണ്. അതിൻ്റെ മോയെ അമേരിക്കയിൽ 5ാം ക്ലാസ്സിലാണ്. എൻ്റെ മോയെ ഇവിടുത്തെ 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവും അമേരിക്ക എന്താ, നമ്മൾ ഇന്ത്യ എന്താണെന്ന് തിരിയും. 2ഉം 5ആണെങ്കിൽ അജഗാന്തരം വ്യത്യാസമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഈ ചെക്കനെ കാണുമ്പോൾ ദേശീയ. കാരണം എന്താ പറയുക, ഒന്നല്ലാണ്ട് ഇംഗ്ലീഷ് പറയൂ. എൻ്റെ മോൻ ഇംഗ്ലീഷ് പറയും. അപ്പം ഇവനെ കാണുമ്പോൾ പറയുന്നറിയാം പറടാ ഇംഗ്ലീഷ്. എൻ്റെ മോനോട് ഞാൻ ചോദിച്ചു ഇവൻ എന്ത് ഇംഗ്ലീഷാപ്പാ? പക്ഷെ എൻ്റെ മോൻ അതിലും നോക്കും. അപ്പടെ മോൻ വന്നിട്ട് A for apple, B for ball, C for cat, ടിങ്കിൾ ബുഷ് ഇങ്ങനെ പറയും. അപ്പോൾ ഈ മറ്റേ അമേരിക്കയിൽ 5ാം ക്ലാസ്സുകാരെ ഇങ്ങനെ നോക്കുക ചെയ്യുക. ഞാൻ ചോദിച്ചു എല്ലാടാ എനിക്ക് അമേരിക്കയിൽ ABCD ഒന്നും ഇല്ലേ? ഓൻ പറഞ്ഞ മാമ അമേരിക്കയിൽ 4ാം ക്ലാസ് വരെ ഒരു വർത്താനവും പഠിപ്പിക്കുന്നില്ല. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ ഞാൻ സ്കൂളിൽ പോകുന്നു? ഓൻ പറഞ്ഞു മാമ എനിക്ക് ബസ്സിലെങ്ങനെ യാത്ര ചെയ്യണമെന്നറിയാം. മനസ്സിലായില്ലേ? എന്ത് തിന്നണം എന്നെനിക്കറിയാം, സൈക്കിൾ എങ്ങനെ ഓടിക്കണം എന്നറിയാം, റോഡ് കൂടി എങ്ങനെ പോകണം. എൻ്റെ മോന് ഇത് ഒന്നും അറിഞ്ഞൂടാ. A for apple, B for ball, C for cat, കിട്ട്. ഇവനെയും കൊണ്ട് ഒരു സ്ഥലത്തും പോയി കൂടാണ്. ഇവൻ എല്ലായിടെ പോകുമ്പോൾ ക്യൂവിലാണ് പോകുള്ളൂ. എൻ്റെ വീട്ടിൽ തെറയിലുള്ള സമയത്ത് ഈ ചെക്കൻ വന്നാലില്ലേ ഇവൻ കക്കൂസിൻ്റെ മുന്നിൽ ക്യൂ ആയിട്ട് നിൽക്കും. അപ്പോഴൊക്കെ എൻ്റെ അമ്മ വന്നിട്ട് ഉരുട്ടിയിട്ടിട്ട് അമ്മ അങ്ങ് പോകും. അപ്പോൾ പിന്നെയും ക്യൂവിൽ അപ്പോൾ പെങ്ങൾ വന്നിട്ട് ഉരുട്ടിയിട്ടിട്ട് ഇവൻ വൈകുന്നേരം വരെ ക്യൂ തന്നെ ക്യൂ. എന്നാലും ഇവൻ എന്ത് ചെയ്യുന്ന ക്യൂ തെറ്റിക്കൂലാൻ. നമ്മളാക്കളോ സ്കൂൾ വിട്ടങ്ങ പൂമ്പാറ്റനെ പോലെ തറവറാന്ന് പറഞ്ഞിട്ട് ഒപ്പര ഇറക്കിയ പോലെ അങ്ങ് ഇറങ്ങും. ആ ചെക്കൻ അങ്ങനെ പോവില്ല. എന്തുകൊണ്ടാ? ചൊട്ടയിലെ ശീലം, 4 വയസ്സ് മുതൽ ശീലിപ്പിച്ച ശീലം. ഇവനെ കൊണ്ട് ബസ് കയറിക്കും. ഞാൻ ഈ സൗന്ദര്യം കുറച്ച് ജാസ്തിയാണല്ലോ, അതുകൊണ്ട് ബസ്സിൽ കയറാൻ പറ്റൂല. ബസ്സിൽ കയറിയാൽ തന്നെ നമ്മൾ തല ഒരിക്കലും ഒക്കൂല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങൾ ആയിരിക്കും ഓറ നോക്കുന്നതാണ്. അതിൻ്റെ ഒരു അടി വേറെ ഉണ്ടാവും. അപ്പം ഞാനെന്ത് ചെയ്യുന്നുണ്ട്, സീറ്റെല്ലാം ഉന്തി പിടിച്ചിട്ട് സീറ്റ് എങ്ങനെയെങ്കിലും ആദ്യമേ പിടിക്കും. അങ്ങനെ ഈ ചക്കനെയും കൊണ്ട് വളരെ പോകുമ്പോൾ ഞാൻ സീറ്റെല്ലാം പിടിച്ച് 3 ആൾ കൂടി ഇങ്ങനെ ഒരു സീറ്റും ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൃഷ്ണൻ മാഷ് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഓറ നോക്കിയാൽ സീറ്റ് എണീക്കേണ്ടി വരും. പക്ഷെ എനിക്ക് നിന്നാൽ ഇതിലോട്ട് നേരെ നിൽക്കുവാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ തലവേദന അഭിനയിച്ചങ്ങ് കിടന്ന്. തലവേദന അഭിനയിച്ച് കിടന്നപ്പോൾ ഈ ചെക്കനില്ലേ അങ്കിൾ ഇരുന്നോളൂ, ഈ ചെക്കൻ എണീറ്റ് കൊടുത്ത് കൃഷ്ണൻ മാഷ്ക്ക്. ഞാൻ ചോദിച്ചു അനങ്ങണ്ട അവിടെ കുത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ടീച്ചർ പറഞ്ഞു ഗ്രാൻഡ് പാനെ കാണുമ്പോൾ എണീറ്റ് കൊടുക്കണം ബസ്സിൽ, നമ്മൾ ഇരിക്കാൻ പാടില്ല, ഇറ്റ് ഈസ് റോങ്, തെറ്റാണ് പോലും. അപ്പോൾ ഈ ഗ്രാൻഡ് പാനെ കണ്ടപ്പോൾ എൻ്റെ കൃഷ്ണൻ മാഷാന്ന് ഓൻ അറിഞ്ഞൂടാവും. അപ്പോൾ കൃഷ്ണൻ മാഷ് എന്നെ വേണം, ഞാൻ ഒരു മാഷെ കണ്ടിക്കില്ല കേട്ടോ, പടച്ചോനാണ് ഞാൻ കണ്ടിക്കില്ല, തലവേദന. മാഷ് പറഞ്ഞു എനിക്ക് ഇന്നെ ആദ്യം അറിയാമല്ലോ, ഇനി എന്നെ കാണൂല, അവിടെ ഇരുന്നോളിയെന്ന് പറഞ്ഞു. അടുത്ത നിമിഷത്തിൽ ബസ്സിലൊരു ഗർഭിണി കാര്യപ്പോൾ ഈ ചെക്കെ മാമ എണീക്ക്. ഞാൻ പറഞ്ഞു സീറ്റ് എത്ര കഷ്ടപ്പെട്ട് പിടിച്ച്. എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഗർഭിണീനെ കണ്ടാൽ നമ്മൾ എണീറ്റ് കൊടുക്കണം.
എൻ്റെ 5ാം ക്ലാസ്സിൽ എന്ത് ഗർഭിണി, എന്ത് വൃദ്ധൻ, ഇങ്ങനെ അന്താം വിട്ട് പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്. അവസാനം ഞാൻ എൻ്റെ വടകര ഓർക്കാട്ടൊരു അൽത്തഹാനി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആടത്തേക്ക് ഇവൻ നമ്മൾ കൊണ്ടുപോകണമല്ലോ, അങ്ങനെയെല്ലാം കൊണ്ടുപോകണമല്ലോ. ആടെ കൊണ്ടുപോയപ്പോൾ നമ്മളെല്ലാം ഇരുന്ന് ഞാൻ ചോദിച്ചു എന്താ മോനെ വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചക്കൻ പറയും പൊറാട്ടയും ചിക്കനും. അവൻ ആകെ അറിയുന്നൊരു സാധനം അതാണ്. ഞാൻ ചോദിച്ചു അമേരിക്കയോടെ അമേരിക്ക എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മോൻ പറയും മെനു എടുക്കും മാമ, മെനു. ഞാൻ പറയും എന്ത് മെനു? ഞാൻ പറഞ്ഞു ഓർക്കാട്ടൊരു മെനു ഉണ്ടാവില്ല, ഓർക്കാട്ടൊരു ഗ്രാമമാണ് ഇവിടെ. ഇനി വിചാരിക്കുന്നത് അങ്ങനത്തെ ഇതല്ലേ ഇത്, മെനു ഇല്ല. ഓമൻ എന്നാ മാമ എനിക്കെന്താ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് എനിക്ക് കോൾ ദ കുക്കിനെ വിളിക്കുവേ. ഞാൻ പറഞ്ഞ ഇവിടെ ഓനാറ്റം വന്നിക്കണ്ട നമ്മൾ മരിക്കുന്നത്, ഇവിടുത്തെ കുക്ക് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാട്ടെ. ആ കരിമുട്ടി പോലൊരു സാധനം. ഞാൻ പറഞ്ഞാ അങ്ങനെ ഇല്ല ഇവിടെ അങ്ങനെ കുക്കൊന്നുമല്ല, ഇത് നല്ല അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മാമ നോ. ഞാൻ ചോദിച്ചു എന്തിനാ എനിക്ക് കുക്ക്? ഓമൻ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ഇൻഗ്രീഡിയൻസ് യൂസിങ് ഇൻ പൊറോട്ട. ഈ പൊറോട്ടയിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം, എന്നിട്ട് അത് തിന്നണ്ട മാമ. അത് കുക്കിനെ പറയാൻ പറ്റും, അല്ലാണ്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ നെഞ്ഞത്തടിച്ച് വന്നു. ഒരുത്തനുണ്ടല്ലോ 5ാം ക്ലാസ്, ഓനെന്ത് മെനു, ഓനാകെ പൊറാട്ട ഇങ്ങനെ തിന്നണം, മനസ്സിലാക്ക്. അപ്പം നോക്ക്, A4 ആപ്പിളാണോ മനുഷ്യന്മാരെ പഠിപ്പിക്കേണ്ടത്? അവസാനം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ അറിയും, നമ്മളെ മക്കൾ നമ്മൾ ശരിക്കും പഠിപ്പിക്കുന്നേ ഇല്ല. ഭക്ഷണ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ടോ? എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കയിൽ അവസാനം ഞാൻ അവനോട് ചോദിച്ചു നമുക്ക് പഠിക്കണമല്ലോ. എൻ്റെ ചെക്കൻ എന്നെ ഒരു വിലയുമില്ല, ഒരു സംഗതിയുമില്ല. ഞാൻ അമേരിക്കയിലെ ചെക്കനോട് ചോദിച്ചാൽ ഇന്ത്യ സ്കൂളിലെ പ്രവേശനോത്സവം ഉണ്ടല്ലോ, ആ പ്രവേശനോത്സവം എങ്ങനെയാണ് ഉണ്ടാകുക, പാട്ടും ഡാൻസെല്ലാം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ പറയും മാമ ആടത്തെ പ്രവേശനോത്സവത്തിന് പാട്ടും ഡാൻസൊന്നുമില്ല. ആടെ പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ മക്കളുടെ അച്ഛനും അമ്മയും അച്ചാച്ചനും അമ്മമ്മ എല്ലാം വരണം സ്കൂള് പ്രവേശനോത്സവത്തിന്. വന്നിട്ടില്ലെങ്കിൽ കുട്ടീനെ അവിടെ ചേർക്കില്ല. ഞാൻ ചോദിച്ചാൽ അവിടെ പാട്ടൊന്നും ഉണ്ടാവില്ല, ബലൂണൊന്നുമില്ല, ബലൂൺ ഒരു കുന്തുമില്ല, ഇങ്ങനെ വരിക എല്ലാവരും ഇരിക്കുക. ഞാൻ ചോദിച്ചു എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വലിയ സ്ക്രീനിൽ അച്ഛൻ്റെ ജോലി സ്ക്രീന് കാണിക്കും പോലും. ഇപ്പം ഞാൻ പോലീസുകാരനാണെങ്കിൽ എൻ്റെ മോൻ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഞാൻ റോഡും വന്ന് കളിക്കുന്ന എല്ലാ സംഗതികളും, വണ്ടീൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങോട്ട് വെക്കുന്നു, വണ്ടി നിൽക്കുന്നു, ഓടുന്നു, ചാടുന്നു, പോലീസുകാരുടെ ജോലി ഉണ്ടല്ലോ, അത് കാണിക്കും പോലും. ഇനി എൻ്റെ ഭാര്യ വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മ അടുക്കള പണി മുഴുവൻ എടുക്കുന്നത് സ്ക്രീന് കാണിക്കും 1ാം ക്ലാസ്സിൽ. അതോടുകൂടി എന്തായി, ചെക്കൻ്റെ അഹങ്കാരം തീർന്നു. അവൻ്റെ അച്ഛൻ പോലീസുകാരനാണെന്നോ അമ്മ വീട്ടമ്മയാണെന്നോ ആർക്ക് മനസ്സിലായി? സ്കൂളിൽ എല്ലാവർക്കും മനസ്സിലായി. ഇനി പെയിൻ്റ് അടിക്കുന്ന ആളെ അച്ഛനെങ്കിൽ 48ാമത്തെ തട്ടുന്ന് തൂങ്ങി പെയിൻ്റ് അടിക്കുന്നത് ഇങ്ങനെ കാണിക്കും. നാടൻ പണിയാണെങ്കിൽ പറമ്പ് കൊത്തുന്നത് സ്ക്രീനിൽ കാണിക്കും. അതോടുകൂടി കുട്ടിയുടെ ഈഗോ, എൻ്റെ അച്ഛൻ കൊള്ളൂല എന്നുള്ള ചിന്ത ചൊട്ടയിലെ പറഞ്ഞോ, നിങ്ങളെ മക്കൾ നിങ്ങളെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടുപോകണ്ട, അച്ഛൻ വരണ്ട, ഞാൻ തന്നെ പോവും, നിങ്ങളെന്തോ ഒരു ഇതാണ് എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ്? കുട്ടിക്ക് നമ്മളെ ഒരു ഇഷ്ടമില്ല. കാരണം നമ്മൾ കുട്ടീനെ അങ്ങനെയാണ് പോയിട്ട്, ശരിയല്ലേ? ആടെ അങ്ങനെയല്ല. ഞാൻ എന്ത് ചെയ്യുന്നു, അന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമേരിക്ക കാണിച്ചു തന്നൊരു സംഗതി കൊണ്ട് എനിക്ക് കിട്ടിയൊരു ഉപകാരം എന്താ അറിയോ? നിങ്ങൾ ഈ ചെക്കൻ എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കണം, എൻ്റെ പ്രശ്നങ്ങൾ അറിയണമെന്ന് എൻ്റെ മോനെ ഞാൻ അന്നാ മനസ്സിലാക്കി. എൻ്റെ അമേരിക്ക പഠിപ്പിച്ചത് ഞാൻ അന്ന് എല്ലാവരോടും വിളിച്ചിട്ടുണ്ട്, മോനെ എൻ്റെ അച്ഛൻ്റെ ആകെയുള്ള ശമ്പളം ഇത്രയാണ്, എനിക്ക് ഇത്ര കുറിയുണ്ട്, ഇത്ര ലോണുണ്ട്, അച്ഛന് ചൊറിയുണ്ട്. അപ്പോഴെൻ്റെ ഭാര്യ നിങ്ങളെന്തിനാ ഇവനോട് പറയുന്നത് ഇതല്ലോ? നമ്മൾ ഇവനോടല്ലാണ്ട് അങ്ങോട്ടെല്ലാം നാരായണ എടുത്തോട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? എനിക്ക് പൈസേൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവനാണ് എന്നെ നോക്കേണ്ടത് അല്ലേ? നിങ്ങളെങ്ങനെയാണോ പഠിപ്പിച്ചത്? നമ്മൾ എൻ്റെ ഭാര്യ പറയുന്നത് ഇവനെ ഇതൊന്നും അറിയിക്കണ്ട, നമുക്ക് നമ്മളെ പ്രശ്നങ്ങളൊന്നും ഐറ്റുകൾ അറിയരുത്. തീർന്നോ? നമ്മളെ മക്കളുമായിട്ടുള്ള നമ്മളെ ബന്ധം തീർന്നോ? നിങ്ങൾ നോക്ക്, കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് വിജയിച്ച മനുഷ്യന്മാർ മുഴുവൻ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടങ്ങൾ അറിഞ്ഞ കുട്ടികളാണ്. ശരിയാണോ തെറ്റാണോ? അച്ഛൻ്റെ അമ്മയുടെയും സങ്കടങ്ങൾ അറിയാത്ത ഒരു കുട്ടിയും ലോകത്ത് വിജയിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, ആരുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടിയ ശ്രീജ, നിങ്ങളാരെയും കണ്ടിരുന്നോ? ശ്രീജ കോടീശ്വരൻ്റെ മോളാണോ? ശ്രീജയ്ക്ക് 1ാം റാങ്ക് കിട്ടി. ഇന്ത്യയിലും 24ാം റാങ്കാണോ? ഇന്ത്യ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടി എന്ന് പറയുമ്പോൾ ചാനലുകാരെല്ലാം വീട്ടിലേക്ക് ഓടിയില്ലേ? ചാനലുകാർ വീട്ടിലേക്ക് ഓടിയപ്പോൾ ഒരു ചെറിയൊരു വീട്. ഈ ശ്രീജയോട് ചോദിച്ചു, ശ്രീജ നിന്റെ അച്ഛൻ എന്താണ് ജോലി? ശ്രീജ പറഞ്ഞു, ഈ അച്ഛനും അമ്മയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീജ ഇല്ലായിരുന്നു. ശ്രീജയോട് ചോദിച്ചു എൻ്റെ അച്ഛൻ എന്താ ജോലി എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചു എന്തോ വലിയ ജോലിയാ പറയുന്ന വിചാരിച്ചു. ശ്രീജ ഒരു കൂസലും ഇല്ലാതെ അച്ഛൻ്റെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛന് തേപ്പ് പണിക്കാരൻ്റെ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നു. തേപ്പ് പണിക്കാരൻ 1500 രൂപ കൂലിയുണ്ട്, ഇയാൾക്ക് 800 ഉണ്ടാവുള്ളൂ.
ആ തേപ്പ് പണിക്കാരൻ്റെ മകളാണ് ശ്രീജ. അമ്മ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ അമ്മക്ക് ശ്വാസം മുട്ടായതുകൊണ്ട് അമ്മക്ക് പണിക്കൊന്നും പോയിക്കൂടെ. അമ്മ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ചോദിക്കുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നത്. അച്ഛൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നിങ്ങൾ മകൾക്ക് വേണ്ടി എന്തെങ്കിലും എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴുന്നത് നിങ്ങളൊന്നും കണ്ടിട്ടില്ല. ആ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വകുപ്പ് പലപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ ഞാൻ തലേ ദിവസം ഭക്ഷണം കഴിക്കാതെ ചോറ് തിന്നാതെ അത് വെള്ളത്തിലിട്ട് രാവിലെ എൻ്റെ മകൾക്ക് ടിഫിൻ ബോക്സിൽ ആ ചോറ് ഞാൻ ചൂടാക്കി കൊടുത്തയച്ചിരുന്നു. മീൻകറിയുടെ മുളകീശൻ ഞാൻ മക്കൾക്ക് കൊടുത്തു. നിങ്ങൾ എത്ര ആൾ പറയും എൻ്റെ മക്കൾക്ക് കൊടുത്ത ചോറ് കൊടുത്തെന്ന്? അത് പറഞ്ഞപ്പോഴില്ലേ ശ്രീജ അച്ഛനെ കെട്ടിപ്പിടിച്ചൊരു കെട്ടിപ്പിടുത്തം കേരളത്തിലെ കുട്ടികൾ കണ്ടില്ല, കാണിച്ചില്ല. നിങ്ങൾ പിന്നെ എങ്ങനെ കുട്ടി വന്നാവുക? റോൾ മോഡൽസ് വേണ്ടേ കുട്ടിക്ക്? എന്നിട്ട് ശ്രീജ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ഈ അച്ഛനെ എനിക്ക് സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഞാൻ അന്ന് IAS മേടിക്കുന്നു. എന്നിട്ട് ഓളെന്താ ചെയ്തത്? 10ാം ക്ലാസ്സിലെ പരീക്ഷ സമയത്ത് ഓളോളം പഠന റൂമിൽ ചുമരുമിൽ ശ്രീജ IAS എന്ന് A4 ഷീറ്റിൽ ചോന്ന മഷി കൊണ്ട് എഴുതി വെച്ചു. അറിയോ നിങ്ങൾ? 10ാം ക്ലാസ്സിൽ നിന്ന് IAS സ്വപ്നം കണ്ട ശ്രീജ ഓൾ മദ്രാസിൽ പഠിക്കാൻ പോയപ്പോഴാണ് ഓൾ പറഞ്ഞത് IAS-നേക്കാളും നല്ലത് ഇന്ത്യൻ ഫോറിൻ സർവീസാണ്. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഓൾ IAS എന്ന് വെട്ടിമാറ്റി അവിടെ IFS എന്നാക്കി. എന്നിട്ട് ഓൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ പഠിക്കും. ഒരു പ്രാവശ്യം നാം സിവിൽ സർവീസ് പരീക്ഷ എഴുതും. ആ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയാൽ പിന്നീട് ഞാൻ പരീക്ഷ എഴുതില്ല. പക്ഷേ നിങ്ങളെ മോള് 1ാം റാങ്ക് മേടിച്ചിരിക്കുന്നു. 17ാമത്തെ വയസ്സിൽ ശ്രീജ പറഞ്ഞതാ. നിങ്ങൾ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കൈക്കോട്ട് പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം മകളെ IAS-ന്റെ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നോ? ആ അച്ഛൻ പറഞ്ഞതെന്നറിയോ? എൻ്റെ മോള് പറഞ്ഞ പുസ്തകങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞു, ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ. അല്ല, നിങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിനാ? എന്തിന്? ശ്രീജൻ്റെ അമ്മ വാങ്ങിയത് പുസ്തകം വാങ്ങിച്ചു കൊടുക്കാനാ. ആഴ്ചയിൽ പാഠപുസ്തകത്തിനപ്പുറം 2 പുസ്തകം വായിക്കുന്നവനാണ് മനുഷ്യനെന്ന് പറഞ്ഞില്ലേ? ശ്രീജൻ്റെ അമ്മക്ക് അത് ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഇപ്പോൾ IFS-ന് കിട്ടിയത്. ഇനി കോഴിക്കോട് റൂറൽ ജില്ലയിലുള്ള SP മെറിൻ ജോസഫ് IPS ഡിഗ്രി ഹിസ്റ്ററി പഠിച്ച കുട്ടിയത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ IPS നേടിയ മേഡത്തിൻ്റെ പേര് മെറിൻ ജോസഫ് IPS. കോഴിക്കോട് റൂറൽ SP ഇപ്പോൾ 22ാമത്തെ വയസ്സിൽ ജില്ലാ SP ആയിട്ട് ജോലി ചെയ്തു. നമ്മളെ മക്കളോ ഇപ്പോൾ സഞ്ജു സാംസൺ 4ാമത്തെ വയസ്സിൽ ഹെൽമെറ്റ് ഇട്ടിട്ട് ആ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സഞ്ജു സാംസണോട് ചോദിച്ചിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ചാനലുകാരൻ, നീ എന്തിനാണ് ഈ 4 വയസ്സിൽ ഹെൽമെറ്റ് ഓടിയിട്ട് ഇങ്ങനെ തോണ്ടുന്നത്? 4ാമത്തെ വയസ്സിൽ സഞ്ജു സാംസൺ ഏഷ്യാനെറ്റിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. എത്രാമത്തെ വയസ്സിൽ ലക്ഷ്യം പറഞ്ഞു സഞ്ജു സാംസൺ? 4ാമത്തെ വയസ്സിൽ. 26ാമത്തെ വയസ്സിൽ ഇന്ത്യൻ്റെ ടീമിലെത്തി. ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ ചെന്നൈക്കാരൻ 4ാമത്തെ വയസ്സിൽ ചെസ് പഠിക്കാൻ തുടങ്ങി. 6ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററായി. അന്ന് ഗ്രാൻഡ് മാസ്റ്റർ ആയപ്പോൾ ഇന്ത്യയിലെ ദൂരദർശൻ ചാനൽ ഗുകേഷിനോട് ചാനലിൽ ചോദിച്ചു, നിനക്കാരാകാനാണ് ഇഷ്ടം? 6ാമത്തെ വയസ്സിൽ ഗുകേഷ് പറഞ്ഞു, എനിക്ക് ലോകത്ത് 18ാമത്തെ വയസ്സിൽ, എൻ്റെ 18ാമത്തെ വയസ്സിൽ ലോകത്തെ നമ്പർ 1 ചാമ്പ്യൻ ആവണം എനിക്ക്. അങ്ങനെ ഗുകേഷ് 18ാമത്തെ വയസ്സിൽ കാൾസൺ എന്ന് പറയുന്ന നമ്പർ 1 ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് ലോകോത്തര ചാമ്പ്യനായില്ലേ? എത്രാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നമാണ്? 6ാമത്തെ വയസ്സിൽ. സച്ചിൻ ടെണ്ടുൽക്കർ, മെസ്സി, ഇനി യാമിലിൻ്റെ അമ്മക്ക് എന്താ പണി? യാമിലിൻ്റെ അമ്മ ഒരു ഹോട്ടലിലെ വെയിറ്റർ. അറിയോ നിങ്ങൾ? അവൻ്റെ അച്ഛൻ പെയിൻ്റ് അടിക്കാൻ പോക്കാം. ഇനി റൊണാൾഡോ, മഹാനായ ഇതിഹാസ താരം റൊണാൾഡോൻ്റെ അമ്മയ്ക്ക് അടുത്ത വീട്ടിലെ പാത്രം കഴുകല പണി. അപ്പോൾ ഇവിടെ ഒന്നും ആരും ഇവിടെ ലോകത്ത് വിജയിച്ച ഒരു മനുഷ്യനും കോടീശ്വരൻ്റെ മടിത്തട്ടിൽ വളർന്നു വന്നവനല്ല. പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പഠിച്ച മനുഷ്യന്മാർ അവിടെ വിജയിച്ചത്. സ്വപ്നങ്ങൾ കണ്ടവനാണ് വിജയിച്ചത്. നിങ്ങളെ മക്കളും സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം കണ്ടത്? ഒരു ഐഫോൺ വേണം, ഐറ്റകൾ മേടിച്ചിരിക്കും. പക്ഷെ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നവും കാണിച്ചു കൊടുക്കാൻ അതിനെന്ത് ചെയ്യണം? ഇങ്ങനത്തെ റോൾ മോഡൽസ് ഉണ്ടാവണം. അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ അറിയിക്കാതെ പോറ്റണമെന്ന് പറയുന്ന അച്ഛനും അമ്മയല്ല നമുക്ക് ആവശ്യം. എന്താ അമ്മയും അച്ഛനും ആവശ്യം? നമ്മുടെ കഷ്ടപ്പാടുകൾക്കൊപ്പരം ജീവിക്കുന്ന, ഒന്നിച്ച് ജീവിക്കുന്ന, സാഹചര്യങ്ങൾ അതിജീവിപ്പിക്കുന്ന രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ കുട്ടികൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. രാഷ്ട്രീയത്തിൽ നിങ്ങൾ മക്കളെ 4 വയസ്സ് മുതൽ കൈപിടിച്ച് കൊണ്ടുവരണം. അതുകൊണ്ടാണ് കേരളം എവിടെയും നന്നാവാത്തത്. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ നശിച്ചു പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്?
ഈ മെസ്സി എന്ന് പറയുന്ന ചങ്ങായില്ലേ, മെസ്സിനെ അറിയോ നിങ്ങൾക്കെടാ? മെസ്സി ആരാ? മെസ്സി 3.5 വയസ്സ് മുതൽ ഫുട്ബോൾ അക്കാദമിയിൽ 6 മണിക്കൂർ ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. 39ാമത്തെ വയസ്സിലും മെസ്സി 4 മണിക്കൂർ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. റൊണാൾഡോ 4.5 വയസ്സ് മുതൽ ഫുട്ബോൾ അക്കാദമിയിൽ പഠിച്ച് ഇപ്പോഴും 4-5 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഗുകേഷ് 4 മണിക്കൂർ ചെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഗുകേഷാണ് ലോകോത്തര ചാമ്പ്യൻ. പ്രജ്ഞാനന്ദ മറ്റൊരുത്തൻ, ഇന്ത്യയിലുള്ള ചെന്നൈക്കാരൻ, പാവപ്പെട്ട കുടുംബത്തിലെ ചെക്കൻ. ഇനി ആവിർഭാവ് 6 വയസ്സിൽ സ്റ്റാർ ഐഡോൾ എന്ന് പറയുന്ന ബോംബെ ബേസ്ഡ് ചാനലിൽ ഇടുക്കിയിലെ കുഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ചു വളർന്ന ആവിർഭാവാണ് 120 പാട്ടുകൾ കാണാപ്പാടം പഠിച്ച് 14 വയസ്സിന് താഴെയുള്ള മനുഷ്യജന്മങ്ങളോട് ഏറ്റുമുട്ടി 6ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ മികച്ച ഗായകനായി മാറിയത് ആവിർഭാവാണ്. ഓനോൻ്റെ അമ്മയ്ക്ക് 7ാമത്തെ വയസ്സിൽ മേടിച്ചു കൊടുത്തത് ഒരു ബെൻസ് കാറാ. വൈഷ്ണവ് സൂര്യവംശി ആരാ? 13ാമത്തെ വയസ്സിൽ രാജസ്ഥാൻ റോയൽ ടീമിൽ 1,45,00,000 ഉറുപ്പ്യക്ക് രാജസ്ഥാൻ റോയൽ ടീമിലേക്ക് എടുത്ത 13 വയസ്സുകാരൻ്റെ പേര് വൈഷ്ണവ് എന്നാ. 15ാമത്തെ വയസ്സിൽ ഓൻ ഇന്ത്യക്ക് IPL രാജസ്ഥാൻ റോയലിന് വേണ്ടി കളിച്ചു. 6 കാറാണ് ഓന് സമ്മാനമായി കിട്ടിയത്. ഓൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ചാടെ പിടിച്ചോളി, 18 വയസ്സായിട്ട് എനിക്ക് വേണം ഈ കാറെല്ലാം, എന്നിട്ടല്ലേ എനിക്ക് ഓടിക്കാൻ പറ്റൂ. 15ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചു വൈഭവ് സൂര്യവംശി. ഇനി പറ, നിങ്ങളെ മക്കൾ എന്തൊക്കെ കൊണ്ടുവന്നു നിങ്ങൾക്ക്? അവിടെ 13ാമത്തെ വയസ്സിൽ സൂര്യവംശി 1,45,00,000 ഉറുപ്പ്യ അവൻ്റെ അച്ഛനെ കൊണ്ടുകൊടുത്തത്. ഗുകേഷ് 6ാമത്തെ വയസ്സിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അവൻ്റെ അച്ഛൻ. നമ്മളെന്താ കൊണ്ടുകൊടുത്തോ? എന്തുകൊണ്ടാണ് കൊണ്ടുകൊടുക്കാൻ പറ്റാതിരുന്നത്? 6 വയസ്സ് മുതൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ചില്ല. ജീവിതത്തിൽ ആരാകണമെന്ന് നമ്മളൊന്നും തീരുമാനിച്ചില്ല. ശരിയാണോ തെറ്റാണോ? ഈ 6 മണിക്കൂർ ഫുട്ബോൾ കളിച്ച മെസ്സിയായി, ഫുട്ബോൾ കളിച്ച റൊണാൾഡോ ആയി, ഗുകേഷായി, വൈഷ്ണവ് സൂര്യവംശിയായി, 4 മണിക്കൂർ പാട്ട് പ്രാക്ടീസ് ചെയ്ത ആവിർഭാവ് കോടീശ്വരനായി. ഇനി പറ, നിങ്ങൾ ആരാകും? ഞാൻ പറഞ്ഞോ, 6 മണിക്കൂറിൽ മൊബൈൽ ഫോണിൽ തോണ്ടിക്കളിക്കുന്ന നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്ത് വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ 6 മണിക്കൂർ മൊബൈൽ ഫോണിൽ തോണ്ടിക്കളിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ എന്തിനെങ്കിലും സമയം ഉണ്ടാവുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാ തിരുത്തേണ്ടത്? അപ്പം നമ്മളൊരു കാലത്തിനനുസരിച്ചല്ല, മാനത്തിനനുസരിച്ച് മാനവും അഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് തലയുയർത്തി പിടിച്ച് ജീവിക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തലുകൾ ആവശ്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് എൻ്റെ നാട്ടിലാട്ടോ, ഒഞ്ചിയത്ത്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് എവിടെയാ? നാദാപുരം സൈഡിലാണ് സാർ. ഏറ്റവും കൂടുതൽ വൃക്ക രോഗികളുള്ളത് വില്യാപ്പള്ളിയാണ്. 1000-1 നശിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മക്കളാവരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളി. തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു അച്ഛനായി മാറുക. ഈ സമൂഹത്തിൽ ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കുക. മാനവും അഭിമാനവും കാത്തു സംരക്ഷിക്കാൻ ആരെ പഠിപ്പിക്കണം? കുട്ടികൾ സ്പോഞ്ചാ. ആ സ്പോഞ്ച് നിങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരിക്കും കുട്ടി. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ നല്ലോണം പച്ച സ്പോഞ്ചിൽ മുക്കിയാൽ പച്ച തന്നെ ആയിരിക്കും, ചോപ്പാണേ ചോപ്പ്. ഇനി ഒന്നിലും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ അവിടെ കിടക്കും. അത് എനിക്ക് കഞ്ചാവിൻ്റെ കൂടെ ഇനി ഞാൻ പറഞ്ഞതിന് നല്ലൊരു സൊല്യൂഷൻ. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം. പറയോ? നിങ്ങളെ മക്കൾ നശിക്കൂല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? യെസ് ഓർ നോ എന്ന് മാത്രം കേട്ടാൽ മതി. കേരളത്തിൽ ഇന്ന് വരെ 39 അച്ഛനും അമ്മയാണ് കേട്ടോ മക്കളുടെ ചവിട്ടേറ്റും കുത്തേറ്റും മരിച്ചത്. എൻ്റെ പ്രാർത്ഥന എന്താ അറിയോ? 40ാമത് മക്കളുടെ ചവിട്ടേറ്റ് മരിക്കുന്ന അച്ഛൻ ഞാനാവരുത് എന്നാണ്. എനിക്ക് പേടിയാണ്. 565 പ്രണയ കൊലപാതകമാണ് കേരളത്തിൽ നടന്നത്. എൻ്റെ പ്രാർത്ഥന 566ാമത്തെ പ്രണയം എൻ്റെ കൊലപാതകം എൻ്റെ മകളായിരിക്കരുത് എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടേ? അവിടെ മക്കളെ 18 വയസ്സ് വരെ പ്രണയിക്കേണ്ടത് ആരാണ്? അച്ഛനും അമ്മ. അവരെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ ചേർത്ത് പിടിച്ച് നന്നാക്കാൻ ശ്രമിക്കും. ഇനി എല്ലായിടെ പോകുമ്പോൾ ആരെ കൂട്ടുക? മക്കളെ മുമ്പിൽ ഫോണിൻ്റെ കാര്യത്തിൽ മാതൃകയാവുക. വെറുതെ ഒന്നും ഇട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വസിക്കാൻ പറ്റുമോ? 18 വയസ്സുവരെയുള്ള മക്കളെ വിശ്വസിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? പറ. കാരണം അവർ പറഞ്ഞില്ലേ നമ്മളെ ശത്രുക്കളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല 18 വയസ്സ് വരെ എൻ്റെ അച്ഛനെ കൊല്ലണം എന്നല്ല എനിക്ക് ആഗ്രഹം. പക്ഷെ ഇപ്പം ഞാൻ പറയട്ടെ, ഈ മൈക്കൊക്കെ പുറകിൽ എന്നെ എങ്ങനെ ആരെത്തിച്ചെന്ന് വെച്ചാൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയും, എന്നെ ഈ മൈക്കൊക്കെ പുറകിൽ എത്തിച്ചത് എൻ്റെ അച്ഛനാണ്. എന്നെ ശപിച്ച, എന്നെ അടിച്ച, എന്നെ തോന്നിയാസം വിളിച്ച അച്ഛൻ തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഓരോ നിമിഷവും, എൻ്റെ പടച്ചോൻ എൻ്റെ അച്ഛൻ എത്ര നല്ലോനാണ്. എനിക്കിപ്പോൾ മനസ്സിലാകാത്ത എന്താ പറയുക, എൻ്റെ അച്ഛൻ 6 മക്കളുണ്ടായിരുന്നു.
എനിക്ക് 2 ഉള്ളൂ. ഈ 6 അച്ഛൻ എങ്ങനെയാ പോറ്റിയേ? എനിക്കിപ്പോൾ മനസ്സിലാകാത്ത ഈ 2 എങ്ങനെയാ പോറ്റേണ്ടതെന്ന് ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ജീവിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ നോക്ക്, ഞാൻ നിങ്ങളോട് എന്തെല്ലാം സംസാരിച്ച് അല്ലേ? എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ആരെങ്കിലും പറയുന്നത് ഇവനെ പോലത്തെ ഒരുത്തൻ എൻ്റെ അവിടെ വേണേനും പഠിച്ചോനെ, ഇത്രയും തങ്കപ്പെട്ടൊരു അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിക്കണ്ട നിങ്ങളെ കാലം തച്ചൊടിച്ചാൽ. കാരണം എന്താ അറിയോ, ഇവിടെ മനുഷ്യൻ എങ്ങനെയാണ് നിൽക്കുന്നത് നിനക്കേ തിരിഞ്ഞിക്കുള്ളൂ. എൻ്റെ സൗന്ദര്യം ഒന്നും നോക്കണ്ട കേട്ടോ നിങ്ങൾ. ഞാൻ ഒരു 10 ആക്സിഡൻ്റായി കൈയും കാലും എല്ലാം കമ്പിയിട്ട് കുടിക്കുക ചങ്ങായിയ. നാവിന് മാത്രം കമ്പിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പം എന്നെപ്പോലെ ആണെന്ന് പറഞ്ഞാൽ അടിച്ച് നിരന്നോ ഒരു ചങ്ങായിനെ പോലെ ആണെന്ന് ഇപ്പം എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കൈ കമ്പിയിട്ട് കുടുക്കിയതാണ്, ഈ വിരൽ കണ്ട കമ്പിയിട്ട് കുടുക്കിയതാണ്, കാല് കമ്പിയിട്ട് കുടുക്കിയ, ഊര കമ്പിയിട്ട് കുടുക്കിയാണ്. എന്നെപ്പോലെ ആണെന്ന് പ്രാർത്ഥിച്ചാൽ നശിച്ച് പണ്ടാരടങ്ങണമെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ കാണുന്ന പോലെയാണോ എൻ്റെ സ്വഭാവം? എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞ പോലെയാണ്. ഞാൻ എന്തെല്ലാം അങ്ങോട്ട് പറഞ്ഞത്? അതുകൊണ്ട് എൻ്റെ സ്വഭാവം അതാണെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? എന്നാലൊരു കാര്യം ഞാൻ പറയാം, ഈ മൈക്കൊക്കെ പുറകിൽ ഞാനിപ്പോൾ എന്തെല്ലാം സംസാരിച്ചത്? എനിക്ക് ഈ മൈക്കൊക്കെ പുറകിൽ കാണുന്ന സ്വഭാവമാണോ എൻ്റെ സ്വഭാവം? അല്ല. സാറേ, നിങ്ങൾ ഈ കസേരമേൽ ഇരിക്കുന്നില്ലേ? എന്ത് മാന്യനായിട്ടായിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുക? അടുക്കളയിൽ നിങ്ങൾക്ക് വേറൊരു സ്വഭാവമാണ്, ഇവിടെ വേറൊരു സ്വഭാവമാണ്. ശരിയാണോ തെറ്റാണോ? ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിലെ അടുക്കളയിൽ എനിക്ക് വേറെ സ്വഭാവമാണ്. ഈ മൈക്കൊക്കെ പുറകിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ നോക്കട്ടെ. അപ്പം എനിക്ക് എത്ര സ്വഭാവമുണ്ട്? അടുക്കളയിലൊരു സ്വഭാവം, ഈ മൈക്കൊക്കെ പുറകിൽ. അപ്പം എനിക്ക് എത്ര സ്വഭാവമുണ്ട്? 2. എനിക്ക് 2 സ്വഭാവമേ ഉള്ളൂ. എന്നെ ഏതെങ്കിലും തലശ്ശേരി ബസ് സ്റ്റാൻഡിലായിട്ട് ഞങ്ങൾ കണ്ടിന് എപ്പെങ്കിലും? എന്നെ ഒറ്റക്ക് ഞാൻ തലശ്ശേരി ബസ് സ്റ്റാൻഡിലുണ്ടെങ്കിൽ ഞാനില്ലേ, പെണ്ണുങ്ങളെല്ലാം ഉണ്ടെങ്കിലില്ലേ, എല്ലാവരെയും ഞാൻ നോക്കി അങ്ങ് മരിക്കും. പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ, ഇത്രയും മാന്യനായൊരു ആണ് വേറെ ഉണ്ടാവും. വളരെ പ്രഭുകുമാരനായിരിക്കും. അപ്പം ഭാര്യയില്ലാത്ത ബസ് സ്റ്റാൻഡിൽ എനിക്കൊരു സ്വഭാവമാണ്, ഭാര്യയുള്ള ബസ് സ്റ്റാൻഡിൽ എനിക്ക് വേറെ സ്വഭാവം. ശരിയാണോ തെറ്റാണോ? അപ്പം എനിക്ക് എത്ര സ്വഭാവമായി? 4 അല്ലേ? തീർന്നോ? എൻ്റെ ശരിക്കുള്ള സ്വഭാവം തിരിഞ്ഞു നിങ്ങൾക്ക്? എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരി, എൻ്റെ തനിക്കോണം നിങ്ങൾക്ക് കാണാം. ആടെ ഇങ്ങനത്തെ വർത്താനൊന്നും പറയരുത്. ആടെ ഭയങ്കര ഗുണ്ട വരുമ്പോൾ ഗുണ്ടയോട് പ്രഭു അഗതനായാലും മനുഷ്യന് 6 സ്വഭാവം ഉണ്ടെന്നെല്ലാം പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഓനോട് അവൻ്റെതായ രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും അല്ലേ? ശരിയല്ലേ? അപ്പം എനിക്ക് എത്ര സ്വഭാവം ഉണ്ട് പറഞ്ഞോ? 5. സംശയമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾക്ക് എത്ര സ്വഭാവം ഉണ്ട് നോക്ക്. 5-ന് മേലെയില്ലേ? എന്നാൽ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു സംഗതി കൂടി ഞാൻ പറയാം. അല്ല മാഡം, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലോകത്ത് 60% കള്ളന്മാർ ജീവിക്കുന്ന സ്ഥലമാണ് ഇൻസ്റ്റാഗ്രാം. എനക്കുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ 60% ആളുകൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു കള്ളനാണോ അപ്പുറത്തുള്ളതെന്നുള്ള പേടിയുണ്ട്. ഇന്നലെയും കണ്ടല്ലോ, ഡ്രസ്സ് വാങ്ങിയാട് അതിലുള്ള ഡ്രസ്സെല്ലാം കൊടുത്ത് 1000 റുപ്യ കൂടി വേണമെന്ന് പറഞ്ഞാൽ പൈസയും ഇല്ല, ഓനും ഇല്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ചങ്ങായാണ് മാനം നഷ്ടപ്പെട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കാണുന്ന പരാതി, ഈ സോഷ്യൽ മീഡിയയിലുള്ള പരാതി മുഴുവൻ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലുള്ള പരാതി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ വളരെ സൂക്ഷിക്കണം. ഞാൻ ചോദിക്കുന്നത് അറിയോ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കെല്ലാം ഉണ്ടല്ലോ, എന്നാൽ നിങ്ങൾ എന്നെ നോക്കിയാട്ടെ. നിങ്ങളൊരു സ്വകാര്യം ഞാൻ പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും നിങ്ങൾക്ക് വേറെ സ്വഭാവമാണ്, ഈ സ്വഭാവമേ അല്ല. ശരിയാണോ തെറ്റാണോ എന്ന് പറ. നിങ്ങൾ എന്നെ നോക്ക്, എനക്കും ഇല്ലതല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സ്വഭാവം തിരിഞ്ഞു. ഞങ്ങൾക്ക് സ്ത്രീകളെ രാത്രി 12 മണിക്ക് ഞാൻ പറഞ്ഞോ, നിങ്ങൾ നോക്കണ്ട, ഹായെല്ലാം ഇട്ടോളി, ഞാൻ ഹോയ് കൊണ്ട് ആറാട്ടിരിക്കും. ഈ പറഞ്ഞു നിങ്ങൾ നോക്കണ്ട, ഞാനും ഹോയെല്ലാം ഇടും കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വേറൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് എത്ര സ്വഭാവമുണ്ട്? മിനിമം 6 സ്വഭാവമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 10 വയസ്സുകാരൻ എത്ര സ്വഭാവമുണ്ട്? നിങ്ങളെ വീട്ടിൽ കാണുന്ന 10 വയസ്സുകാരനല്ല, ഓൻ്റെ ക്ലാസ് റൂമിൽ കാണുന്ന 10 വയസ്സുകാരൻ. ഓൻ്റെ സ്വഭാവം കാട്ടിൻ്റെ കുറ്റിയിൽ വേറൊരു സ്വഭാവമാണ്, കളിക്കളത്തിൽ വേറൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ടീച്ചർ കുട്ടികളെക്കുറിച്ച് ക്ലാസ് റൂമിൽ കുരുത്തക്കേടാന്ന് പറയുമ്പോൾ പല അമ്മമാരും പറയുന്നത് അറിയോ, നിങ്ങൾ ഇടപെട്ടണ്ട, നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ വായം കടപ്പിച്ചാലും. മനസ്സിലായില്ല? അതുകൊണ്ട് എനിക്കും കൂടെ ഒരൊറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, ആ കുട്ടീൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മളെ വിജയം. ആ കുട്ടീൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലായിക്കാം. മനസ്സിന് നിങ്ങൾക്ക് എന്നാൽ 7 ഓരോ. പക്ഷെ ഓനില്ലേ, നിങ്ങളെ സ്വഭാവം ശരിക്കും തിരിഞ്ഞിന്, നിങ്ങളെങ്ങനെ പറ്റിക്കണം എന്നോ പറഞ്ഞു തരും. ശരിയാണെന്ന് പറയാം. 2K കിഡ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അമ്മേനെയും അച്ഛൻ്റെയും തനിക്കോണായിട്ടേക്ക് തിരിയും. ഉമ്മക്ക് ഐറ്റുകൾ ഇതുവരെ തിരിഞ്ഞിക്കില്ല. ഞാൻ എന്നാൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആ കുട്ടീൻ്റെ സ്വഭാവം പറഞ്ഞാൽ എന്നാൽ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. ആ മേഡം, ഓൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഇരിക്കുക. ഓൻ്റെ സ്വഭാവം നിങ്ങളെ തറവാട്ടിൽ ആരെ സ്വഭാവമല്ല. അമ്മേൻ്റെ സ്വഭാവവും ഇല്ല, അച്ഛൻ്റെ സ്വഭാവവും ഇല്ല, തറവാടിൻ്റെ സ്വഭാവവും ഇല്ല. ഓൻ്റെ സ്വഭാവം ഓന് സ്കൂളിൽ പോകുന്ന കൂട്ടുകാരൻ്റെ സ്വഭാവമായിരിക്കും. മോനെ എഴുതി വെച്ചോ നിങ്ങൾ. ഓൻ ഇതുവരെ ബബിൾ ഗം ഒന്നും തിന്നുന്നില്ല എന്ന് വിചാരിച്ചോ?
പക്ഷെ ഓൻ്റെ സ്കൂളിൽ പോകുന്ന 2 കൂട്ടുകാർ ബബിൾഗം തിന്നുമെങ്കിൽ ഓൻ 7ാമത്തെ ദിവസം ബബിൾഗം തിന്നു. അപ്പോൾ ഓൻ ബബിൾഗം തിന്നൂല എന്ന് അപ്പം അമ്മ പറയും എൻ്റെ മോൻ അച്ഛൻ തിന്നൂല, അച്ചാച്ചൻ തിന്നൂല, തറവാട്ടിൽ ആരും തിന്നൂല, പക്ഷെ ഓൻ തിന്നും. ആര് തിന്നാൽ? കൂട്ടുകാരൻ തിന്നാൽ. ഇനി ഓൻ പുസ്തകം വായിക്കുന്ന 2 കൂടെ സ്കൂളിൽ പോകുന്നെങ്കിൽ 7ാമത്തെ ദിവസം ഓൻ്റെ കക്ഷത്തൊരു പുസ്തകം കാണാം. അതൊരിക്കലും സംഭവിക്കില്ല, പക്ഷെ സാധ്യത അങ്ങനെയാണ്. ഇനി ഫുട്ബോൾ കളിക്കുന്ന 2 കൂടെ നടക്കുന്നെങ്കിൽ ഓൻ ഫുട്ബോൾ തട്ടും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി ഓൻ കള്ളും കഞ്ചാവും വലിക്കുന്ന 2 കൂടെ സ്കൂളിൽ പോകുന്നതെങ്കിൽ 14ാമത്തെ ദിവസം ഓൻ ആണിക്കുണ്ടിൽ വീഴും. അമ്മ ഓടി വന്നിട്ട് പറയും ഊരി വീണതാന്ന് തോന്നുന്നു. പക്ഷെ അമ്മ ഒരിക്കലും കള്ളോ കഞ്ചാവോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? പ്രണയിക്കുന്ന 2 കൂടെ സ്കൂളിൽ പോകുന്നെങ്കിൽ 6ാമത്തെ മാസം ആകുമ്പോൾ അമ്മ എനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനും തങ്കിയും പോവുകയാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇനി നിങ്ങൾ പറ, ടീച്ചർ സ്കൂളിൽ നിങ്ങളെ മക്കൾ കുരുത്തക്കേട് കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മോൾ അടുക്കളയിൽ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എൻ്റെ അച്ഛൻ അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഞാൻ മൈക്കൊക്കെ പുറകിൽ ഇരുന്നത്. എൻ്റെ അച്ഛനിലെ എന്നെക്കാളും വിശ്വാസം എൻ്റെ നാട്ടുകാരിയായിരുന്നു, എൻ്റെ അധ്യാപകനെയായിരുന്നു. ശരിയാണോ തെറ്റാണോ? നിങ്ങളെങ്ങനെയാണ് സ്ഥിതി? ഞാൻ എൻ്റെ അച്ഛനോട് പ്രാർത്ഥിച്ചെന്നറിയാം, മാഷൊന്നും പറയറേ പഠിച്ചവനെ എന്നെ കുറിച്ചിട്ട്. മാഷ് പറഞ്ഞാൽ മാഷ് അടിയും കിട്ടണം, അച്ഛൻ്റെ അടിയും കിട്ടണം. നിങ്ങളെ മക്കൾ പറയുന്നതിനനുസരിച്ചിട്ട് മാത്രം തുള്ളുന്ന രക്ഷാകർത്താക്കളാവുമ്പോൾ മക്കളുടെ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ള ഇപ്പോൾ സംഗതി മനസ്സിലായോ ഈ ലോകത്ത്? അപ്പോൾ അവർക്ക് പേടിയുണ്ടാവണം. ആരെ പേടിയുണ്ടാവണം? നിയമത്തെ പേടിയുണ്ടാവണം, സമൂഹത്തെ ഭയമുണ്ടാവണം, രാഷ്ട്രീയത്തെ സ്നേഹിക്കണം, സാംസ്കാരിക സംഘടനകളെ സ്നേഹിക്കണം. ഒന്നിച്ചിരിക്കലുകൾ ഈ നാട്ടിലുണ്ടാവണം, ഒന്നിച്ചിരിക്കലുകൾ. അപ്പോൾ പെരുതാറ്റിൽ ഗോപാലേട്ടനെല്ലാം ആളുകളെ ഒന്നിച്ചിരിപ്പിക്കാൻ വേണ്ടി മുൻനിരയിൽ പ്രവർത്തിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തമാശ എന്ന് പറയുമ്പോൾ ആ നാട് മുഴുവൻ ഒന്നിച്ച് വന്നിരുന്നില്ല. ഓർമ്മ ഉണ്ടോ നിങ്ങൾ? ആ താർപോളിൽ ഒന്നിച്ചിരുന്ന അന്ന് കസേലുണ്ടായിരുന്ന ഇല്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ ഒന്നിപ്പിച്ചിരുന്നത് ആരായിരുന്നു? ഇങ്ങനെയുള്ള കലാകാരന്മാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും ഭാഷകളും തമാശകളും കൊണ്ട് അദ്ദേഹം നമ്മളൊക്കെ പിടിച്ചിരുത്തിച്ചു. അങ്ങനെ പിടിച്ചിരുത്തിക്കാൻ ഇന്നത്തെ മക്കൾ നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളാണ് വിട്ടുകൊടുക്കാത്തത്. അവിടെ ഇന്നു മുതൽ നമുക്ക് നമ്മളെ മക്കളെ പൊതു സ്ഥലത്തേക്ക് കൊണ്ടുവരണം.